ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രമീളയാണെങ്കിൽ പ്രീതിയെ വിളിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവരങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ. അവളുടെ കാര്യങ്ങളൊന്നും പറയാത്തതാ നല്ലത്. അശ്വിൻ മോനായിട്ട് വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അവളുടെ കുട്ടികളി കുറച്ച് കൂടുതലാണ്. ചില നേരത്തെ അവളുടെ സ്വഭാവം കണ്ട് എനിക്ക് പോലും ദേഷ്യം വരും എന്നൊക്കെ പറയുമ്പോഴേക്കും കല്യാണ പെണ്ണിന്റെ അമ്മ അവിടെ വന്ന് കയറുകയാണ് കേട്ടോ. ആ മോളെ പ്രീതി, കീർത്തിയുടെ അമ്മ വന്നിട്ടുണ്ട്, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ്. കല്യാണവർക്ക് എവിടെ വരെയായി വന്ദന എന്ന് ചോദിക്കുമ്പോൾ പ്രമീളച്ചി ആകപ്പാടെ ഒരു പ്രശ്നമായി. കീർത്തിയെ ഒരുക്കാൻ വരുന്ന ആളുകൾക്ക് തുക കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അവര് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് ആദ്യം പറഞ്ഞ് ഉറപ്പിച്ചതല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന നേരത്ത് ശ്രുതി വന്നിട്ട് പറയും, അതൊന്നും സാരല്ല ആന്റി, കീർത്തിയെ ഒരുക്കി വിടുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ മോളെ, അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? നീ ഒറ്റയ്ക്ക് എങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കീർത്തിയുടെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടാ, എങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കാൻ വെച്ച തുക മോൾക്ക് തരാ, വെറുതെ വേണ്ട എന്ന് പറയാട്ടോ. വേണ്ടാൻ ആന്റി, അതൊന്നും ഓർത്ത് ആന്റി വിഷമിക്കേണ്ട, കീർത്തിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രം മതിയെന്ന് പറയാട്ടോ ശ്രുതി. അങ്ങനെ നമ്മുടെ ശ്രുതി കീർത്തിയെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടീഷ്യൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷൻ ആയല്ലേ. അത് പിന്നെ ടെൻഷൻ ആവാതിരിക്കുക എങ്ങനെയാ? ഇങ്ങനെ ക്യാഷിനോട് ആർത്തിയുള്ളവർക്ക് നല്ലത് കൊടുക്കണം എന്നൊക്കെ ഒരു ഫ്രണ്ട് പറയണേ. അപ്പോൾ കീർത്തിയെ നോക്കിയിട്ട് ശ്രുതി പറയും, അയ്യോ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ കീർത്തി, അമ്മായി ആ കൂളറിങ് എടുത്തേ എന്ന് പറയുമ്പോൾ അമ്മായി ഡാ വരുന്നു എന്ന് പറഞ്ഞിട്ട് കൂളറും ഉന്തിത്തള്ളി വരികയാണ്. ഈ കുന്ത്രണ്ടത്തിന് എന്തൊരു ഭാരം എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. അത് കാണുമ്പോൾ അശ്വിൻ, അമ്മായി ഇതും കൊണ്ട് എങ്ങോട്ടാ? അത് പിന്നെ മോനെ കല്യാണ പെണ്ണിന്റെ റൂമിലേക്കാ, അമ്മായി ഇങ്ങ് മാറി, ഞാൻ കൊണ്ടുപോയി കൊടുക്ക എന്ന് പറഞ്ഞിട്ട് അശ്വിനാണ് കേട്ടോ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ ശ്രുതി ആണെങ്കിൽ മേക്കപ്പിന്റെ തിരക്കില് അമ്മായി ആണോ അശ്വിനാണോ എന്നൊന്നും നോക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കണക്ട് ചെയ്യേ, ഇങ്ങോട്ട് കാറ്റ് കിട്ടണം, ഇങ്ങോട്ട് വെക്ക്, കീർത്തിക്ക് കാറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീർത്തിയുടെ ഒരു ഫ്രണ്ട് പറയും, അമ്മായി അല്ല ശ്രുതി ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡാ എന്ന് പറയാട്ടോ. അപ്പോഴായിരിക്കും ശ്രുതി അശ്വിനെ നോക്കുന്നത്. ശ്രുതി അശ്വിനെ കണ്ടതും ആകെ സ്റ്റക്കായി പോവാണ്. എന്നിട്ട് കീർത്തിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്താ സ്റ്റക്കായി പോയത്? ശ്രുതി ചേച്ചിയുടെ കല്യാണത്തെ കുറിച്ച് ഓർത്തു പോയോ? ഇപ്പോ ചേട്ടന് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അന്ന് കല്യാണത്തിന് എന്തായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, അതെ, അത് തന്നെയാണ് ഞാൻ ഓർത്തത്. അപ്പോഴത്തെ സന്തോഷം നിങ്ങളോട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പൊന്നും പുടവയും ഒരുപാട് വലിയ ആൾക്കാരും വന്ന ഒരു ചടങ്ങായിരുന്നു അത്. അതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ആകപ്പാടെ വല്ലാണ്ടാവാണ്. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവാണ് കേട്ടോ അശ്വിൻ. അങ്ങനെ അശ്വിൻ റൂമിലെത്തി ശ്രുതിയെ കല്യാണം കഴിക്കുന്ന ആ ഒരു ദിവസം ഓർക്കാണ് കേട്ടോ. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി ഒരു ഫയലുമായിട്ട് അശ്വിൻ്റെ റൂമിലേക്ക് എത്താണ്. മോനെ എന്ന് വിളിക്കുമ്പോഴേക്കും വാട്ട്സ് ദ മാറ്റർ എന്ന് ചോദിക്കട്ടോ ചൂടായിട്ട്. അയ്യോ മോനെ, ഞാൻ വന്നത് മോനെ ശല്യായോ? മോൻ ജോലിയിലോ മറ്റോ ആണോ എന്ന് ചോദിക്കട്ടോ. ഇല്ല അമ്മായി, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. ഇത് ഹാളിൽ നിന്ന് കിട്ടിയ ഫയലാണ്, ഇത് മോൻ്റെതല്ലേ, അവിടെ വെച്ച വല്ല വികൃതി പിള്ളേരും എടുത്ത് കളിക്കും, അതാ ഞാൻ ഇങ്ങ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അശ്വിൻ വാങ്ങി അതിൽ നോക്കാട്ടോ. ആ സമയത്ത് അതിലൊരു ഫയല് മിസ്സായിട്ടുണ്ടാവും. അയ്യോ, ഇതിലൊരു ഫയല് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് അശ്വിന് പെട്ടെന്ന് അത് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പല സാധനങ്ങളും ഞാൻ എടുത്ത് ഒളിച്ചു വെക്കുമെന്ന് ശ്രുതി പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ അവിടെ ഷെൽഫിലൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫയല്. അങ്ങനെ അവസാനം അശ്വിന് മറ്റൊരു ഫയലാണ് കിട്ടുന്നത്. അതിൽ നോക്കുന്ന സമയത്ത് ശ്യാം ശ്രുതിക്ക് കൊടുത്തിരുന്ന ഒരു കാർഡ് ലഭിക്കുകയാണ് അശ്വിന്. അത് കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അശ്വിൻ. അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അശ്വിൻ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കല്യാണ ചെറുക്കനും വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നുണ്ട് നമ്മുടെ ശ്രുതി. അങ്ങനെ അശ്വിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അശ്വിൻ അങ്ങ് ചൂടാവും കേട്ടോ. ഇറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്താ ഞാൻ നിങ്ങൾ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ പ്ലീസ് സാർ, നമ്മളവിടെ അന്വേഷിക്കാണ്, ഒന്ന് വരണം സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിന് ദേഷ്യം പിടിച്ച്, നിന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ പ്രമീള കാണുകയാണ് കേട്ടോ. പ്രമീള അതേക്കുറിച്ചൊന്നും ചോദിക്കാതെ, ശ്രുതി നിന്നെയും അശ്വിമോനെയും അവിടെ അന്വേഷിക്കുന്നുണ്ട്, നിന്റെ ഒരുക്കങ്ങൾ ഇതുവരെ കഴിഞ്ഞില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിന്റെ മുഖം ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.